Hi children, welcome back to my channel Smart School Student. Class 8 Hindi latest syllabus first midterm examination question paper answers നമുക്ക് നോക്കാം. Total marks 15 ആണ്. First question നോക്കാം. पेड़ ने क्या क्या सिले. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താ? മരം എന്തൊക്കെയാണ് തുന്നിയെന്നാണ് ക്വസ്റ്റ്യൻ. അതിൻ്റെ ആൻസർ നോക്കുമ്പോണ്ടല്ലോ ഇതിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. തുമ്നെ കിത്തനെ സിലെ ഘോസ്ലെ കിത്തനെ സിലി ഹവായേം ധൂബ് സിലെ അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമുക്കതൊരു ഒറ്റ സെൻറ്റൻസ് ആയിട്ട് നമുക്ക് എങ്ങനെ എഴുതണം നോക്കാം. പേടിനെ ഘോസ്ലെ ധൂപ് മിട്ടി പാനി ഫൂൽ കിനാരെ ജമീൻ ഛായ ആദിക്കോ സില. കിളിക്കൂട്, പിന്നെ ലൈറ്റ്, മണ്ണ്, വെള്ളം, ഫ്ലവർ, തീരം, ലാൻഡ്, ഛായ ആദിക്കോ സില. അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ധൂപ് സിലെ തോ ബിഖ് ഗയി കത്തരൻ കത്തരൻ ഛായയും. അപ്പോൾ അതിൻ്റെ ഒരു മീനിങ് എന്താണ്? ധൂപ് എന്ന് പറഞ്ഞാൽ ലൈറ്റാണ്. ലൈറ്റിനെ തുന്നിയപ്പോൾ എന്ത് ആണ് സംഭവിച്ചത്? ബിഖ് ഗയി ചിതറി. എവിടെ? കത്തരൻ കത്തരൻ ഛായയും നിഴലായിട്ട് അതിങ്ങനെ ചിന്നിച്ചിതറിയെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതാണ് ഇതിൻ്റെ മീനിങ്. ആ മീനിങ് വരുന്ന ഈ 4 ഓപ്ഷനിൽ ഏതാണ് എന്നാണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. കവിതാസി എ ആശയവാലി പന്തിയാം ചുൻകർ ലിഖേ എടുത്തെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ നോക്കാം. ധൂപ് കെ സിൽനെ സെ ഛായയും ബിഖർ ഗയി ഹേ. ആ ലൈറ്റിനെ തുന്നിയപ്പോൾ നിഴലായിട്ട് അത് സ്പ്രെഡായി. ബി പേടിനെ രംഗ് ഓർ സുഗന്ധ് കി സിലായി കി. മരം കളറിനെയും അതുപോലെ നല്ല സ്മെല്ലിൻ്റെയും തുന്നി. പിന്നെന്താണ്? പേടിനെ മിറ്റി രംഗ് ഹവ ഓർ പാനിക്കോ തരാഷ്നെ ജോഡാ ഹേ. അതായത് മണ്ണും കളറും കാറ്റും കൊണ്ടൊക്കെയാണ് ഒരുമിച്ച് ചേർത്തിരിക്കുന്നത്. പിന്നെ അവസാനം പറഞ്ഞിരിക്കുന്നത് പ്രത്യേക ഫൽക്ക് ഫ്രൂട്ട്സിൽ അതിൻ്റേതായ സ്വാദ് നിറയ്ക്കുന്നു. ഉറപ്പായിട്ടറിയാം ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. അതാണ് ഇത് ക്വസ്റ്റ്യൻ്റെ 2 വരികളായിട്ട് മാച്ചായിട്ട് നിൽക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സമ്പത്ത് പഹചായി ഓർ ജോഡേം ബനായി. റിലേഷൻ നോക്കിയിട്ട് 2 ചേരുമ്പടി ചേർത്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് വൺ ഇസ് ധൂപ് മിട്ടി പാനി ഫൂൽ. ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്നത് ലൈറ്റ്, മണ്ണ്, വാട്ടർ ആൻഡ് ഫ്ലവർ. റൈറ്റ് സൈഡിലോ പശ്മിനെ ഛായ രംഗ് ആകാശ്. പശ്മിന എന്ന് പറഞ്ഞാൽ ഡ്രസ്സ്, നിഴൽ, ദെൻ കളർ ആൻഡ് ദെൻ ആകാശം. ഇപ്പോൾ നിങ്ങൾക്കറിയാം, നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ധൂപ് ലൈറ്റ് തുന്നി ചേർത്തപ്പോഴാണ് വി ഗോട്ട് ഛായ. ദെൻ മിട്ടി മണ്ണിനെ തുന്നി ചേർത്തപ്പോൾ നമുക്ക് കളറാണ് കിട്ടിയത്. വെള്ളത്തിനെ തുന്നി ചേർത്തപ്പോൾ ആകാശമുണ്ടായി. ദെൻ ഫൂൽ ഫ്ലവറിനെ തുന്നിയപ്പോൾ നമുക്ക് ഡ്രസ്സും കിട്ടി. क्वेश्चन नंबर 4. निम्नलिखित वाक्यों में से विशेषण शब्द छांटिए. ഇത് താഴെ കൊടുത്തിരിക്കുന്ന ഈ വേർഡ്സിൽ നിന്ന് വിശേഷൺ ഡിസ്ക്രൈബിംഗ് വേർഡ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ സുന്ദർ രംഗ്. സുന്ദരമായ കളർ, ഭംഗിയുള്ള കളർ. അപ്പോൾ അവിടെ ഡിസ്ക്രൈബിംഗ് വേർഡ് എന്താണ്? വിശേഷൻ എന്താണ്? സുന്ദർ. മീഠ ആം, മധുരമുള്ള മാംഗോ. അപ്പോൾ ആം മാംഗോയുടെ ഡിസ്ക്രൈബിംഗ് വേർഡ് എന്താണ് ഇവിടെ? മീഠ എന്നാണ് ഡിസ്ക്രൈബിംഗ് വേർഡ്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ പേട് കോ ദർജി ക്യോ കഹാ ഗയാ ഹേ. അതായത് മരത്തിനെ എന്തുകൊണ്ടാണ് ഒരു തയ്യൽക്കാരൻ എന്ന് പറയുന്നത്? കവിതയുടെ ആശയം പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആൻസർ നോക്കാം. ഇപ്പോഴത്തെയും പോലെ കവിതയുടെ ആശയം എഴുതുമ്പോൾ ആരാണ് എഴുതിയിരിക്കുന്നത് ആദ്യം പറയാം. പേട് സുശീൽ ശുക്ല की कविता है. यहाँ कवि पेड़ से कहते हैं कि वह पेड़ नहीं दर्जी है. അതായത് മരത്തിനോട് പറയണത് നീ മരമല്ല, എന്താണ്, നീ ഒരു തയ്യൽക്കാരനാണ്. क्योंकि वह प्रकृति के तत्वों को सिलकर सुंदर संसार का निर्माण करता है. പറയാൻ കാരണം എന്ന് വെച്ചാൽ മരം പ്രകൃതിയിലെ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നല്ല ഒരു പ്രപഞ്ചം സൃഷ്ടിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ്? പേടിനെ കൈ ഘോസ്ലെ സിലെ. ഇത് ഒത്തിരി പക്ഷിക്കൂടുകൾ തുന്നി. പിന്നെ എന്തൊക്കെയാണ് തുന്നിയത്? കൈ ഹവായേം സിലി ഹേ, കാറ്റ് തുന്നി. ധൂപ് സിലി, ലൈറ്റിനെ തയ്ച്ചു. ലേക്കിൻ വ ഛായായേം ബൻകർ ബിഖർ ഗയി. പക്ഷെ അത് ലൈറ്റ് ഇലകളിലൊക്കെ തട്ടിയിട്ട് എന്തായിട്ട് മാറി? അത് നിഴലുകളും അതിൻ്റെ തണലായിട്ടത് മാറി. പേടിനെ മിട്ടി സിൽക്കർ രംഗ് ബനായ. അപ്പം മരമാണ് മണ്ണിനെ തയ്ച്ചിട്ട് കളേഴ്സ് ഉണ്ടാക്കി. വെള്ളത്തിനെ തയ്ച്ച് ആകാശം ഉണ്ടാക്കി. പിന്നെ മിട്ടി രംഗ് ഹവ ഓർ പാനി കോ തരാഷ് കെ ജോഡാ ഹെ. ഈ മണ്ണിനെയും കളേഴ്സിനെയും
കാറ്റിനെയും വെള്ളത്തിനെയും കൂടി ഒന്നിച്ച് ചേർത്താണ് രൂപപ്പെടുത്തിയിരിക്കുന്നത്. പേടിനെ പ്രത്യേക് ഫൽ മേ അപ്പന സ്വാദ് ഭരാ ഹെ, അതായത് ഫ്രൂട്ട്സിൽ അതിൻ്റേതായ സ്വാദും ഉണ്ടാക്കിയിരിക്കുന്നത് ആരാണ്? ഈ മരമാണ് ചെയ്തിരിക്കുന്നത്. ജേസെ ആമേ ആം, അതായത് മാങ്ങയ്ക്ക് മാങ്ങയുടെ ടേസ്റ്റും, പിന്നെ ജാമുൻമേ ജാമുൻ, ഞാവൽപ്പഴത്തിന് ഞാവൽപ്പഴത്തിൻ്റെ ടേസ്റ്റും. ബാഗ് മേ ബാഗ് ഓ ബാഗ് കാ സ്വാദ് ഓർ വൻ കെ പേട് മേ വൻ കാ സ്വാദ് ഭരാ ഹെ. തോട്ടത്തിന് തോട്ടത്തിൻ്റെതായ ഭംഗി കൊടുത്തതാണ് സ്വാദ് കൊണ്ട് ഉദ്ദേശിക്കുക. അതുപോലെ വനം, ഫോറസ്റ്റിന് ഫോറസ്റ്റിൻ്റെതായ ഭംഗി കൊടുത്തു. നമുക്ക് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യനാണ് പോസ്റ്റർ ഡിസൈൻ. വൻ ഹേ തഭി ജീവൻ ഹേ, ഇത് വനസംരക്ഷണത്തിൻ്റെ പോസ്റ്ററായിട്ടാണ് ചോദിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം പേഡ് ലഗാവോ പേഡ് ബച്ചാവോ ഇതൊരു സാമ്പിൾ പോസ്റ്ററാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ് ചിൽഡ്രൻ.